Hi students, welcome back to Electronics classroom. This is our second class. In the first class we have seen three topics from our first chapter, power supplies and voltage stabilizers. And the topics were requirements of regulated power supply, block diagram of regulated power supply, and different types of regulated power supply. Voltage regulators are classified into two: series voltage regulator and shunt or parallel voltage regulator. In series voltage regulator, the load is connected in series with the voltage regulating element or regulating circuit. Shunt or parallel voltage regulator, the load is connected in parallel with the regulating element or regulating circuit. Today we will see the example for shunt voltage regulator. The Zener diode voltage regulator is an example for shunt voltage regulator. As the name implies, in the circuit you can see Zener diode is selected as the voltage regulating element. വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററിൽ അതിൻ്റെ പേരിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു സെനർ ഡയോഡാണ്. ഇവിടെ നമുക്ക് പ്രവർത്തിപ്പിക്കേണ്ട ഉപകരണം അഥവാ ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് സെനർ ഡയോഡിന് പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഷണ്ട് ഓർ പാരലൽ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ ഈ സെനർ ഡയോഡിനെ വോൾട്ടേജ് റെഗുലേറ്റിംഗ് എലമെൻ്റായി എന്തുകൊണ്ട് സെലക്ട് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു സെനർ ഡയോഡിൻ്റെ സിമ്പിളും അതിൻ്റെ പ്രവർത്തനവും നമ്മൾ +1 ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഫോർവേഡ് ബയാസിൽ ഒരു സെനർ ഡയോഡ് നോർമൽ ഡയോഡായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കറിയാം. ജർമേനിയം കൊണ്ട് നിർമ്മിതമാണെങ്കിൽ അതിൻ്റെ കട്ട് ഇൻ വോൾട്ടേജ് 0.3 ആയിരിക്കും. സിലിക്കൺ കൊണ്ട് നിർമ്മിതമാണെങ്കിൽ അതിൻ്റെ കട്ട് ഇൻ വോൾട്ടേജ് 0.7 ആയിരിക്കും. സെനർ ഡയോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് റിവേഴ്സ് ബയാസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡയോഡാണ്. അതായത് റിവേഴ്സ് ബയാസിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഡൗൺ സംഭവിച്ചാലും സെനർ ഡയോഡിന് ഡാമേജ് ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ നോർമൽ ഡയോഡ് അങ്ങനെയല്ല. റിവേഴ്സ് ബയാസിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഡൗൺ സംഭവിച്ചാൽ ആ ഡയോഡ് ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ റിവേഴ്സ് ബയാസിങ് ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് കാണാം, ഡയോഡിന് ബ്രേക്ക് ഡൗൺ സംഭവിച്ചതിന് ശേഷമുള്ള റീജിയനെയാണ് ബ്രേക്ക് ഡൗൺ റീജിയൻ അഥവാ സെനർ റീജിയൻ എന്ന് പറയുന്നത്. സെനർ ഡയോഡിലേക്ക് റിവേഴ്സ് ബയാസിങ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അഥവാ VZ തുല്യമാകുമ്പോൾ ഡയോഡ് ബ്രേക്ക് ഡൗണിലാവുകയും അതിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ അത് അനുവദിക്കുന്ന മിനിമം റേഞ്ചിനും മാക്സിമം റേഞ്ചിനും ഇടയിൽ വേരി ചെയ്താലും കറണ്ടിന് എന്ത് വേരിയേഷൻ ഉണ്ടായാലും അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കോൺസ്റ്റൻ്റായി നിൽക്കും. 2 വോൾട്ട് മുതൽ 200 വോൾട്ട് വരെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉള്ള വ്യത്യസ്തങ്ങളായ സെനർ ഡയോഡുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ബ്രേക്ക് ഡൗണിന് ശേഷം സെനർ ഡയോഡിൽ കൂടെയുള്ള കറണ്ടിൽ എന്ത് വേരിയേഷൻ ഉണ്ടായാലും മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്കോ മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്കോ എന്ത് വേരിയേഷൻ ഉണ്ടായാലും ഏത് ഡിഫറൻറ്റ് വാല്യൂ ഓഫ് കറണ്ട് ഫ്ലോ ചെയ്താലും അതിനെക്കുറിച്ചുള്ള വോൾട്ടേജ് കോൺസ്റ്റൻ്റായി നിൽക്കുന്നു എന്നുള്ളതാണ് സെനർ ഡയോഡിൻ്റെ പ്രത്യേകത. ആ പ്രത്യേകതയാണ് സെനർ ഡയോഡിനെ വോൾട്ടേജ് റെഗുലേറ്ററായി ഉപയോഗിക്കുന്നതിന് സഹായിക്കുന്നത്. അപ്പോൾ ഈ സെനർ ഡയോഡ് അഥവാ നമ്മുടെ റെഗുലേറ്റിംഗ് എലമെൻറ്റ് റിവേഴ്സ് ബയാസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ബ്രേക്ക് ഡൗൺ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഈ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററിന് പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യുന്നതിന് ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും എല്ലായ്പ്പോഴും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് എ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ, ദ ഇൻപുട്ട് വോൾട്ടേജ് ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓഫ് ദി സെനർ ഡയോഡ്. ഒരു സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യുന്നതിന് അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന റെഗുലേറ്ററിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സെനർ ഡയോഡിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കണം. അതിനകത്ത് അർത്ഥം ഇത്രയേ ഉള്ളൂ, സെനർ ഡയോഡ് എല്ലായ്പ്പോഴും ബ്രേക്ക് ഡൗൺ
റീജിയണിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടണം. ബ്രേക്ക് ഡൗൺ റീജിയണിലാണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, ആ സെനർ ഡയോഡിനപ്പുറത്തുള്ള വോൾട്ടേജ് കറണ്ട് വേരി ചെയ്താലും വോൾട്ടേജ് വേരി ചെയ്യാതെ കോൺസ്റ്റൻ്റായി നിലനിൽക്കുകയുള്ളൂ. നമുക്കിതിലെ കമ്പോണൻറ്റുകളെ ഒന്ന് പരിചയപ്പെടാം. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് അൺറെഗുലേറ്റഡ് പവർ സപ്ലൈയിൽ നിന്നുള്ള വോൾട്ടേജാണ്, അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജാണ്. ഇവിടെ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. നമ്മുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേറ്റിംഗ് എലമെൻറ്റിനാണ്. അപ്പോൾ അതിൻ്റെ ആ അൺറെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് RS എന്നുകൊണ്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇൻപുട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന, സർക്യൂട്ടിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് I, RSൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ I എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. അത് ഈ ജംഗ്ഷനിലേക്ക് വോൾട്ടേജ് റെഗുലേറ്റിംഗ് എലമെൻറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുമ്പോൾ I രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് IL എന്ന് പറഞ്ഞ് ലോഡ് റെസിസ്റ്ററിൽ കൂടെയും IZ എന്ന പേരിൽ സെനർ ഡയോഡിൽ കൂടെയും ഫ്ലോ ചെയ്യുന്നു. ഇവിടെ ലോഡ്, നമുക്ക് പ്രവർത്തിപ്പിക്കേണ്ട ഉപകരണങ്ങൾ ലോഡെന്നാണ് അറിയപ്പെടുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആ ഉപകരണങ്ങളുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ലോഡ് റെസിസ്റ്റൻസ് അഥവാ RL എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഒരു പവർ സപ്ലൈയിലേക്ക് തന്നെ വ്യത്യസ്ത സമയങ്ങളിലായി നമ്മൾ വ്യത്യസ്ത ഉപകരണങ്ങൾ അതിനെ പ്രവർത്തിപ്പിക്കാം. ഉദാഹരണത്തിന് ഒരു ലാബിൽ ഉപയോഗിക്കുന്ന പവർ സപ്ലൈ ആണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഒരു PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ചെയ്യുന്നത്. അടുത്ത ദിവസം നമ്മൾ ആ പവർ സപ്ലൈ ഉപയോഗിക്കുന്നത് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അടുത്ത ദിവസം നമ്മൾ ചിലപ്പോൾ അത് ഉപയോഗിക്കുന്നത് ഒരു ക്ലിപ്പിംഗ് സർക്യൂട്ടിലോ ഒരു ക്ലാമ്പിംഗ് സർക്യൂട്ടിലോ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ലോഡ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി കണക്ട് ചെയ്യുന്ന ഉപകരണം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഇവിടെ ഉള്ള ലോഡ് റെസിസ്റ്റൻസും വ്യത്യാസപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ലോഡ് റെസിസ്റ്റൻസിനെ ഒരു വേരിയബിൾ റെസിസ്റ്ററായി നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സർക്യൂട്ടിലെ കമ്പോണൻറ്റുകളെ നമ്മൾ പരിചയപ്പെട്ടു. ഇൻപുട്ട് വോൾട്ടേജ് അൺറെഗുലേറ്റഡ് പവർ സപ്ലൈയിൽ നിന്നുള്ള വോൾട്ടേജ് ആയിരിക്കും. അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് RS എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. RSൽ കൂടെ ഈ സർക്യൂട്ടിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഇൻപുട്ട് കറണ്ട് I എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. I എന്ന് പറയുന്ന കറണ്ട് ഈ ജംഗ്ഷനിൽ എത്തിച്ചേരുമ്പോൾ സെനറിൽ കൂടെയുള്ള സെനർ കറണ്ട് IZ ആയിട്ടും ലോഡിൽ കൂടെയുള്ള ലോഡ് കറണ്ട് IL ആയിട്ടും ഡിവൈഡ് ചെയ്യപ്പെടുന്നു. ഇനി ലോഡ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് റെഗുലേറ്റിംഗ് എലമെൻറ്റിന് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് സർക്യൂട്ട് അനാലിസിസിലേക്ക് പോകാം. ഈ സർക്യൂട്ടിൽ നമ്മളിപ്പോൾ പരിചയപ്പെട്ട വ്യത്യസ്തങ്ങളായ പാരാമീറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻ നിർണ്ണയിക്കുന്ന ഇക്വേഷൻസിലേക്ക്, സമവാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇൻപുട്ട് കറണ്ട് I ആണ്. I കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. കറണ്ട് I എന്ന് പറയുന്നത് RSൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. ഒരു റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജും ആ റെസിസ്റ്റൻസ് വാല്യൂവും നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓംസ് ലോ പ്രകാരം കറണ്ട് I V ഡിവൈഡഡ് ബൈ R, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന ഈ സമവാക്യം ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഈ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കുന്നതിന് രണ്ട് ടെർമിനലിലെയും വോൾട്ടേജുകൾ വ്യത്യസ്തമാണ്. ഒന്നാമത്തെ ടെർമിനലിലെ വോൾട്ടേജ് Vin എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ടെർമിനലിലെ വോൾട്ടേജ് അത് കണക്ട് ചെയ്തിരിക്കുന്നത് റിവേഴ്സ് ബയാസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സെനർ ഡയോഡിലേക്കാണ്. അതുകൊണ്ട് സെനർ ഡയോഡിന് അക്രോസുള്ള ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് തന്നെയായിരിക്കും രണ്ടാമത്തെ ടെർമിനലിലെ വോൾട്ടേജ്. അപ്പോൾ രണ്ട് ടെർമിനലിലെയും വോൾട്ടേജ് അറിയാമെങ്കിൽ ആ വോൾട്ടേജുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഈ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വോൾട്ടേജ് അക്രോസ് RSനെ നമുക്ക് Vin മൈനസ് VZ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആ വാല്യൂവിനെ RS എന്ന് പറയുന്ന റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ഇൻപുട്ട് കറണ്ട് I. Therefore, our first equation is I is equal to Vin minus VZ the whole divided by RS. അടുത്തായി നമ്മൾ ഈ കറണ്ടുകൾ തമ്മിലുള്ള റിലേഷനാണ് നിർണ്ണയിക്കുന്നത്. ഈ ജംഗ്ഷനിൽ നമ്മൾ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നു. ജംഗ്ഷൻ റൂൾ അഥവാ KCL, കിർച്ചോഫ്സ് കറണ്ട് ലോ, നമ്മൾ +1 ക്ലാസ്സിൽ പഠിച്ചതാണ്. കിർച്ചോഫ്സ് കറണ്ട് ലോ states that the algebraic sum of currents meeting at a junction is equal to 0, or sum of incoming currents is equal to sum of outgoing current. ഇവിടെ 3 ബ്രാഞ്ചുകളാണുള്ളത്. അതിൽ ഇൻകമിംഗ് കറണ്ട് ഒരു ബ്രാഞ്ചിൽ കൂടെ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആ ഇൻകമിംഗ് കറണ്ട് I റെപ്രസെൻ്റ് ചെയ്തു. ഈക്വൽ സൈനിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഔട്ട്ഗോയിങ് കറണ്ടിൻ്റെ സമ്മാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് IL plus IZ. Therefore, our second equation is I is equal to IZ plus IL. Third equation is the expression for output voltage. Output voltage means the voltage across load resistance, and the load resistance is connected in parallel with the regulating element zener diode.
നമുക്കറിയാം ഒരു പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചുകളിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സെനറിന് അക്രോസുള്ള വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് VZ ആയതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജും ഈക്വൽ ടു VZ തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ Vout VZ എന്ന് എഴുതാം. അതോടൊപ്പം ഔട്ട്പുട്ട് വോൾട്ടേജ് ലോഡ് റെസിസ്റ്റൻസ് അക്രോസുള്ള വോൾട്ടേജ് ആയതുകൊണ്ട് ലോഡ് കറണ്ടും ലോഡ് റെസിസ്റ്റൻസും അറിയാമെങ്കിൽ നമുക്കതിനെ ഓംസ് ലോ പ്രകാരം V I/R എന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ച് Vout IL × RL എന്നും എഴുതാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ Vout VS IL × RL. ഈ 3 ഇക്വേഷൻസും പ്രധാനപ്പെട്ടതാണ്. ഈ ഇക്വേഷൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളിനി അടുത്ത ഘട്ടത്തിലേക്ക് പോവുക. അതായത് സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ പ്രവർത്തനം വിവരിക്കാൻ പോകും. അപ്പോൾ ഒരു വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ അല്ലെങ്കിൽ റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ റിക്വയർമെൻറ്റ് അഥവാ അൺറെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ഡ്രോബാക്സ് നമ്മൾ കണ്ടായിരുന്നു. പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. അതായത് ഒരു ഓർഡിനറി പവർ സപ്ലൈയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നതിന് 2 സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇൻപുട്ട് ഓർ ലൈൻ വോൾട്ടേജ് വേരി ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നു. 2, ലോഡ് അഥവാ ലോഡ് റെസിസ്റ്റൻസ് അഥവാ ലോഡ് കറണ്ട് വേരി ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യും. ഈ 2 കണ്ടീഷനിലും എങ്ങനെയാണ് സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റെഗുലേഷൻ എഗെയിൻസ്റ്റ് ഇൻപുട്ട് വോൾട്ടേജ് വേരിയേഷൻ. ഇവിടെ 2 വേരിയബിൾസ് ഉണ്ട്. ഒന്ന് ഇൻപുട്ട് വോൾട്ടേജ് വേരിയേഷനും രണ്ടാമത്തെ വേരിയബിൾ ലോഡ് റെസിസ്റ്റൻസ് അഥവാ ലോഡ് കറണ്ടുമാണ്. അപ്പോൾ നമ്മൾ ഒരു വേരിയബിൾ ഉപയോഗിച്ച് അനാലിസിസ് നടത്തുമ്പോൾ രണ്ടാമത്തെ വേരിയബിൾ കോൺസ്റ്റൻ്റ് ആണ് എന്നൊരു അസംഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ റെഗുലേഷൻ എഗെയിൻസ്റ്റ് ഇൻപുട്ട് വോൾട്ടേജ് വേരിയേഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അവിടെ ഒരു അസംഷൻ എടുക്കുന്നു. അസ്യൂം ദാറ്റ് ദ ലോഡ് റെസിസ്റ്റൻസ് ഈസ് കോൺസ്റ്റൻറ്റ്. ലോഡ് കോൺസ്റ്റൻ്റ് ആണെന്നുള്ള കൺസിഡറേഷനിലാണ് നമ്മളിവിടെ ഇൻപുട്ട് വോൾട്ടേജ് വേരിയേഷനെ അനലൈസ് ചെയ്യുന്നത്. ഇഫ് Vin ഇൻക്രീസസ്, ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ ആദ്യമായി നോക്കാം. അക്കോർഡിംഗ് ടു ഇക്വേഷൻ 1, I is equal to Vin minus Vz divided by Rs. ഈ ഇക്വേഷൻ നമുക്കറിയാം സെനർ വോൾട്ടേജ് VZ എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗണിൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്ന ഓർഡിനറി പവർ സപ്ലൈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എന്തായിരിക്കും, അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ 2 പാരാമീറ്റേഴ്സ് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, കറണ്ടിനും വേരിയേഷൻ ഉണ്ടാകുന്നു. ഇവിടെ കറണ്ടും ഈ ഇൻപുട്ട് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അതായത് Vin ഇൻക്രീസ് ചെയ്താൽ കറണ്ട് ഇൻക്രീസ് ചെയ്യും, Vin ഡിക്രീസ് ചെയ്താൽ കറണ്ടും ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇഫ് Vin ഇൻക്രീസസ് ഡെഫിനറ്റ്ലി ദെൻ ദി ഇൻപുട്ട് കറണ്ട് I ഓൾസോ ഇൻക്രീസസ് അക്കോർഡിംഗ് ടു ഇക്വേഷൻ 1. ഇനി അക്കോർഡിംഗ് ടു ഇക്വേഷൻ 3, Vout is equal to Vz equal to IL × RL. അവിടെ ഒരു അസംഷൻ പറഞ്ഞു, ലോഡ് റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്, സെനർ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. തീർച്ചയായിട്ടും ലോഡ് കറണ്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കണം, എങ്കിലേ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യൂ. ലോഡ് റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്, സെനർ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ലോഡ് കറണ്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് നോക്കാം. സോ ഫ്രം ഇക്വേഷൻ 2 ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് വെൻ I ഇൻക്രീസസ് IZ ഓൾസോ ഇൻക്രീസസ്. ഇൻപുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ ഇൻപുട്ട് കറണ്ട് കൂടുന്നു. ഇൻപുട്ട് കറണ്ട് കൂടുമ്പോൾ ലോഡ് കറണ്ട് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നത് കൊണ്ട് സെനർ കറണ്ട് കൂടുന്നു. അപ്പോൾ എന്താ, ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്നതിൻ്റെ ഫലമായി ഇൻപുട്ട് കറണ്ട് കൂടുമ്പോൾ ആ കൂടുതലായി ഉണ്ടായ കറണ്ട് സെനർ കറണ്ട് കൂട്ടി ആ സെനർ ഡയോഡിൽ കൂടി ഫ്ലോ ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അത് ലോഡിലേക്ക് എത്തുന്നില്ല. അങ്ങനെ ലോഡ് വോൾട്ടേജ് അഥവാ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നു. സെനർ ഡയോഡിൽ കൂടി ബ്രേക്ക് ഡൗൺ റീജിയണിൽ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്താലോ കുറവ് കറണ്ട് ഫ്ലോ ചെയ്താലോ അതിനക്രോസുള്ള വോൾട്ടേജിന് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നും മനസ്സിലാക്കിയതാണ്. അടുത്ത കണ്ടീഷൻ, വെൻ Vin ഡിക്രീസസ്, ഇൻപുട്ട് വോൾട്ടേജ് കുറയുമ്പോൾ. അത് ഇതേ ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യാം. നമ്മൾ കണ്ടു കറണ്ട് എന്ന് പറയുന്നത് Vinന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അതുകൊണ്ട് ഇൻപുട്ട് വോൾട്ടേജ് കുറയുമ്പോൾ തീർച്ചയായും കറണ്ടും കുറയുന്നു. കണ്ടീഷൻസിന് യാതൊരു വ്യത്യാസവുമില്ല. RLും VZും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ILും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇൻപുട്ട് കറണ്ട് കുറയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ സെക്കൻഡ് ഇക്വേഷൻ പ്രകാരം സെനർ കറണ്ട് കുറയും. അതായത് ഇൻപുട്ട് വോൾട്ടേജിലുള്ള വേരിയേഷൻ മൂലം ഉണ്ടാകുന്ന ഇൻപുട്ട് കറണ്ട് വേരിയേഷനെ
ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സെനറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന സെനർ കറണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് കൂടി, ഇൻപുട്ട് കറണ്ടും കൂടിയപ്പോൾ ആ എക്സസ് ഉള്ള കറണ്ട് എതിരെ ഫ്ലോ ചെയ്തു? സെനർ ഡയോഡ് കൂടെ ഫ്ലോ ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോയി. ലോഡിനെ അത് ബാധിക്കുന്നേ ഇല്ല. ഇനി ഇൻപുട്ട് വോൾട്ടേജ് കുറഞ്ഞപ്പോൾ ഇൻപുട്ട് കറണ്ട് കുറഞ്ഞു. ആ കുറവ് എവിടെയാണ് സംഭവിക്കുന്നത്? സെനർ കറണ്ട് കുറഞ്ഞു. അത് സെനർ ഡയോഡിൻ്റെ പ്രവർത്തനത്തെയോ ലോഡിൻ്റെ പ്രവർത്തനത്തെയോ ബാധിക്കുന്നില്ല. രണ്ട് കണ്ടീഷനിലും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റായി നിൽക്കുന്നു. എവിടെയാണ് വേരിയേഷൻ ഉണ്ടാകുന്നത്? ഇൻപുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടുന്നത് കൊണ്ട് ഈ റെസിസ്റ്റൻസിലെ വോൾട്ടേജ് ഡ്രോപ്പ് കൂടുന്നു. ഇൻപുട്ട് വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ട് കുറയുന്നത് കൊണ്ട് ഈ ഇൻപുട്ട് റെസിസ്റ്റൻസിലെ വോൾട്ടേജ് ഡ്രോപ്പ് കുറയുന്നു. ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഓൾവേസ് കോൺസ്റ്റൻറ്റ്. Thus, any change in the input voltage changes voltage across RS and not the output voltage. അതായത് ഇൻപുട്ട് വോൾട്ടേജിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായാൽ ആ ഉണ്ടാകുന്ന വേരിയേഷൻ RSന് അക്രോസുള്ള വോൾട്ടേജിനെയാണ് വേരി ചെയ്യിക്കുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. റെഗുലേഷൻ എഗെയിൻസ്റ്റ് ലോഡ് വേരിയേഷൻ. ലോഡ് വേരി ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഔട്ട്പുട്ടിനെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മളൊരു അസംഷൻ എടുക്കുന്ന അസ്യൂം ദാറ്റ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് കോൺസ്റ്റൻറ്റ്. രണ്ട് വേരിയബിൾസ് വരുമ്പോൾ അനാലിസിസ് ബുദ്ധിമുട്ടായതുകൊണ്ട് അതിൽ ഒരു വേരിയബിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ വേരിയബിൾ കോൺസ്റ്റൻ്റ് ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഇഫ് RL ഇൻക്രീസസ്, ലോഡ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം തീർച്ചയായും ആ റെസിസ്റ്റൻസ് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കുറയും. ദറ്റ് ഈസ് IL ഡിക്രീസസ്. ഓക്കെ. RL ഇൻക്രീസസ്, IL ഡിക്രീസസ്. RLൽ ഉണ്ടാകുന്ന എന്തുമാത്രം ഇൻക്രീസ് ഉണ്ടാകുന്നു അതിനാനുപാതികമായിട്ടായിരിക്കും IL കുറയുക. അങ്ങനെ ഔട്ട്പുട്ട് വോൾട്ടേജ് അഥവാ സെനർ വോൾട്ടേജിനെ ഇത് കോൺസ്റ്റൻ്റ് ആക്കി തന്നെ നിർത്തുന്നു. Then the current IZ flowing through the Zener diode increases so that I remains constant. ഇൻപുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും എന്തായിരിക്കും? ഇൻപുട്ട് കറണ്ടും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കണം. ലോഡ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ലോഡ് കറണ്ട് കുറയുന്നു. റെസിസ്റ്റൻസ് കൂടുമ്പോൾ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കുറയുന്നു എന്ന് നമ്മൾ കണ്ടു. IL കുറയുന്നുണ്ട്. അപ്പോൾ IL ഉണ്ടാകുന്ന കുറവ് ആ അഡീഷണൽ കറണ്ട് ഇതിലെ ഫ്ലോ ചെയ്യും. ഈ സെനർ ഡയോഡിൽ കൂടി സെനർ കറണ്ടായിട്ട് ഫ്ലോ ചെയ്യുന്നു. ഇൻപുട്ട് കറണ്ടിനെ അത് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തും. ഔട്ട്പുട്ട് വോൾട്ടേജും കോൺസ്റ്റൻ്റ് ആക്കി നിർത്തും. വെൻ RL ഡിക്രീസസ്, ലോഡ് റെസിസ്റ്റൻസ് കുറയാനിടയായി എന്ത് സംഭവിക്കും? ആ കുറഞ്ഞ റെസിസ്റ്റൻസ് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കൂടുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതായത് RL കുറയുമ്പോൾ IL കുറയുന്നു. IL × RL എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് വാല്യൂ ആയിട്ട് തന്നെ VZ ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. So the Zener current IZ decreases in order to keep IS constant. ലോഡ് റെസിസ്റ്റൻസ് കൂടുമ്പോൾ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ലോഡ് കറണ്ട് കുറയുന്നു. എക്സസ് ആയിട്ട് വരുന്ന കറണ്ട് അധികമുള്ള ഇതിൻ്റെ കറണ്ടിന് വലിയ കുറവുണ്ടാകുന്ന എക്സസ് ആയിട്ട് വരുന്ന കറണ്ട് സെനറിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു. ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം, കാരണം ഇൻപുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമ്മൾ ഒരു അസംഷൻ എടുത്തിട്ടുണ്ട്. ഇനി ലോഡ് റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഇതിലെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ മാത്രമേ IL × RL ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അഡീഷണൽ കറണ്ട് എവിടെ നിന്ന് കിട്ടും? സെനർ ഡയോഡ് കറണ്ടിൽ നിന്നാണ് അഡീഷണൽ കറണ്ട് എടുക്കുന്നത്. ഈ കറണ്ടിൽ കുറവുണ്ടാകും. ആവശ്യമായ അഡീഷണൽ കറണ്ട് ILലേക്ക് ലോഡിൽ കൂടി ഫ്ലോ ചെയ്യുന്നു. അപ്പോഴും ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. ദസ് ഇഫ് ദ റെഗുലേറ്റർ ക്യാൻ കീപ് I constant, the output voltage VZ can be made constant as per equation 1. Equation 1 പ്രകാരം ഇൻപുട്ട് കറണ്ട് IA കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ സാധിക്കുമെങ്കിൽ VZും RSും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് V ഇൻപുട്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനെ ഔട്ട്പുട്ട് വോൾട്ടേജിനെയും നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്താൻ സാധിക്കും. ഇനി ഈ റെഗുലേറ്റഡ് സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ രണ്ട് ന്യൂനതകൾ, ഡ്രോബാക്സ് ആണ് നമ്മൾ കാണുക, അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് കാണുക. ഫസ്റ്റ് വൺ ഈസ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഹാസ് ലോ എഫിഷ്യൻസി ബിക്കോസ് ഓഫ് ദ കൺസിഡറബിൾ പവർ ലോസ് ഇൻ ദി സീരീസ് റെസിസ്റ്റൻസ് RS. ഇപ്പോൾ നമ്മൾ ഈ റെഗുലേഷൻ അഗെയിൻസ്റ്റ് ലോഡ് വേരിയേഷൻ കണ്ടു. ലോഡ് കൂടുമ്പോൾ കറണ്ട് കുറച്ച് മതി, ലോഡ് കറണ്ട് കുറയുന്നുണ്ട്. എന്നാൽ അതിനനുസരിച്ച് ഇൻപുട്ടിൽ നിന്ന് നമ്മൾ
എടുക്കുന്ന കറണ്ട് ഐ കുറയുന്നുണ്ടോ? ഇല്ല, ഐ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇനി ലോഡ് കുറയുമ്പോൾ, ലോഡ് റെസിസ്റ്റൻസ് കുറയുമ്പോൾ ലോഡ് കറണ്ട് കൂടുന്നു. അപ്പോഴും എന്താണ്? ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റൻ്റായി നിൽക്കുന്നു. അപ്പം ലോഡിന് കുറച്ച് കറണ്ട് ആവശ്യമുള്ളപ്പോൾ അത് സോഴ്സിൽ നിന്ന് നിൽക്കുന്ന കറണ്ട് വാല്യൂവിനെ അത് കുറയ്ക്കുന്നില്ല. അതായത് ലോഡിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള കറണ്ട് മാത്രമല്ല അത് ഇൻപുട്ടിൽ നിന്നും എടുക്കുന്നത്. ലോഡിന് ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് സംഭവിക്കുന്നുണ്ട്? കറണ്ടിനെ ഡ്രോ ചെയ്യുന്നുണ്ട്. അഡീഷണലായിട്ട് വരുന്ന കറണ്ടിനെ എന്ത് ചെയ്യുന്നു? സെൻട്രയോട് കൂടി ഗ്രൗണ്ടിലേക്ക് ഫ്ലോ ചെയ്ത് അത് നഷ്ടപ്പെടുത്തി കളയുന്നു. അപ്പോൾ നമ്മുടെ ലോഡിന് ചെറിയ കറണ്ടേ ആവശ്യമുള്ളെങ്കിൽ കൂടി ഇവിടെ നിന്ന് ഒരു കോൺസ്റ്റൻറ്റ് കറണ്ടാണ് ഡ്രോ ചെയ്യുന്നത്. അഡീഷണലായിട്ട് വരുന്ന കറണ്ട് ഗ്രൗണ്ട് ചെയ്ത് നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്യുന്നത്. എനർജി ലോസ് ഉണ്ടാകുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുക. ഈ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത് ഒരു ലോ എഫിഷ്യൻറ്റ് സിസ്റ്റമാണ്. എനർജി എഫിഷ്യൻസി കുറവുള്ളൊരു സിസ്റ്റമാണ്. കാരണം ലോഡ് വേരി ചെയ്യുമ്പോൾ ലോഡ് കറണ്ട് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇൻപുട്ടിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് വേരി ചെയ്യുന്നില്ല. ഇൻപുട്ടിൽ നിന്ന് എല്ലായ്പ്പോഴും ഒരേ കറണ്ട് തന്നെയാണ് ഡ്രോ ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത കറണ്ടിനെ സെനർ ഡയോഡിൽ കൂടി ഗ്രൗണ്ട് ചെയ്ത് കളയുകയാണ്, നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ന്യൂനത എന്ന് പറയുന്നത്, ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ദ ഔട്ട്പുട്ട് വോൾട്ടേജ് സ്ലൈറ്റ്ലി ചേഞ്ചസ് ഡ്യൂ ടു ദ സ്ലോപ്പ് ഇൻ സെനർ ക്യാരക്ടറിസ്റ്റിക്സ്. സെനർ ക്യാരക്ടറിസ്റ്റിക്സിൽ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിയുമ്പോൾ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമ്മൾ തിയറിറ്റിക്കലി പറയുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി അതിൻ്റെ കർവ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ചെറിയ ഒരു സ്ലോപ്പുണ്ട്. അതായത് ബ്രേക്ക് ഡൗണിന് ശേഷം സെനർ ഡയോഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ വോൾട്ടേജിലൊരു സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഒരു 0.1 വോൾട്ടിൻ്റെ 0.2 വോൾട്ടിൻ്റെയൊക്കെ ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ഹൈ പ്രിസിഷൻ ആവശ്യമായ സർക്യൂട്ടുകൾക്ക് നമുക്ക് ഈ പവർ സപ്ലൈ ഉപയോഗിക്കാൻ പറ്റിയില്ല, അഥവാ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ഉപയോഗിക്കാൻ പറ്റിയില്ല. കാരണം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലെ ഈ സ്ലോപ്പിനനുസൃതമായി ഔട്ട്പുട്ട് വോൾട്ടേജിൽ ഒരു സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഡ്രോബാക്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത സർക്യൂട്ട് അനാലിസിസ് ആയതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ഒരു സർക്യൂട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്തതായി കാണേണ്ടത് സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ എക്സാമ്പിളാണ്. രണ്ട് സർക്യൂട്ട് വരുമ്പോഴത്തേക്കും കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാനും പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് ഇന്ന് നമ്മൾ ഈ ചെറിയ പോർഷൻ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മളിന്ന് കണ്ടത് സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററാണ്. അതിൻ്റെ സർക്യൂട്ട് കണ്ടു, അതിൻ്റെ അനാലിസിസ് ചെയ്തു, അതിലെ 3 ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്തു, അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ എങ്ങനെയാണത് റെഗുലേറ്റ് ചെയ്ത് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നത് എന്ന് കണ്ടു. അപ്പോൾ ഈ സർക്യൂട്ട് വരച്ചെടുക്കുക, അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് വന്നതെന്ന് നോക്കുക, നോട്ടുകൾ കൃത്യമായി പ്രിപ്പയർ ചെയ്യുക, അത് ഫോട്ടോ എടുത്ത് എനിക്ക് പേഴ്സണലായി അയച്ചു തരിക. ഓക്കെ, താങ്ക് യു.